പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന ആത്മിക പ്രബുദ്ധരായ കർത്തൃദാസന്മാർ, സ്നേഹസമ്പന്നരായ ദൈവജനം എല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുമായിരിക്കുന്നിടത്ത് ശുഭമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് സകലത്തിലും നന്മയായും കരുതലായും ഇരിക്കട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ലഘു സന്ദേശം രാവിലെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. വിവിധ ദൈവവചന ചിന്തകൾ ഹൃദയാന്തർഭാഗത്തൂടെ കടന്നുപോയെങ്കിലും ഒന്നിലും ഒരു സംതൃപ്തി ഉണ്ടാകാതിരുന്നപ്പോൾ ഹൃദയത്തിന്റെ അറയിലൂടെ ദൈവാത്മാവ് കടത്തിവിട്ട ലളിതമായ ചില ചിന്തകൾ വേഗം പങ്കുവച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ നിന്നാണ് നാം ഇന്ന് ദൈവവചനം ധ്യാനിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ നിന്ന് ആ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഒരു ടോപ്പിക്കാണ് കർത്താവിൽ ശരണപ്പെട്ട് നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മൗലിക ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള 4 പുസ്തകങ്ങളെയാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കാണുന്ന 4 സുവിശേഷങ്ങൾ എന്ന പേരിൽ നാം കാണുന്നത്. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ വെളിപ്പാടുകൾ അവർ കൈമാറിയിരിക്കുകയാണ്. മത്തായി യേശുക്രിസ്തുവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ യഹൂദന്മാരുടെ രാജാവായും, മർക്കോസ് യേശുക്രിസ്തുവിനെ യവനന്മാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വന്ന ഒരു ദാസനായി, ലൂക്കോസ് യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി പരിചയപ്പെടുത്തുമ്പോൾ 3.5 കൊല്ലം കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന അവന്റെ ഹാർട്ട് ബീറ്റ്സിന്റെ ശബ്ദം പോലും ഗ്രഹിച്ച യോഹന്നാൻ വളരെ ക്ലിയറായി പറയുന്നു, അവൻ വെറും ഒരു രാജാവല്ല, അവൻ വെറും ഒരു ദാസനല്ല, അവൻ വെറുമൊരു മനുഷ്യപുത്രനുമല്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് യോഹന്നാൻ ഉറപ്പോടെ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലത്തെ ഈ സൂം മീറ്റിംഗ് അർത്ഥവത്താകാൻ കാരണം നാം ആരാധിക്കുന്നവൻ ദൈവപുത്രനായതുകൊണ്ടാണ്. ഈ രാവിലെ സമയം നമ്മുടെ കർത്താവ് സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. ഇവിടെ സമവീക്ഷണ സുവിശേഷങ്ങൾ നാം പരിശോധിച്ചാൽ ഏറെക്കുറെ ഒരേ ലൈനിലാണ് 3 പേരും പോയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് എന്ന് പറയുന്ന ഫിസിഷ്യൻ, തെയോഫിലോസ് എന്ന് പറയുന്ന റോമൻ കുതിരപ്പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് താൻ യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ചരിത്ര പുസ്തകങ്ങളാണ് ലൂക്കോസ് എഴുതിയത്. ആദ്യത്തെ പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന പേരിൽ നാം കാണുന്ന. 2ാമത്തെ പുസ്തകമാണ് പുതിയ നിയമസഭയുടെ ആരംഭ 30 വർഷത്തെ ചരിത്രം പറയുന്ന അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ ലൂക്കോസ് 2 ചരിത്ര പുസ്തകങ്ങൾ എഴുതി. 1 യേശുവിന്റെ ചരിത്രം, 2 സഭയുടെ ചരിത്രം. അതിൽ തൻ്റെ ആദ്യത്തെ ചരിത്ര പുസ്തകമാണ് നമ്മളിപ്പോൾ ദൈവവചന ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം.
പ്രത്യേകിച്ച് 24 അധ്യായമുള്ള ഈ പുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം നന്നായി വരച്ചു കാണിക്കുകയാണ് ലൂക്ക് എന്ന് പറയുന്ന ഫിസിഷ്യൻ ചെയ്തിരിക്കുന്നത്. 24 അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ തന്റെ എഴുത്ത് അവസാനിക്കുകയാണ്. യേശുവിന്റെ മൗലിക ജീവചരിത്രം അവസാനിക്കുമ്പോൾ ലൂക്ക് കുറച്ച് വ്യത്യസ്തമായി അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ടാണ് തന്റെ 24 അധ്യായം അവസാനിക്കുന്നത്. 53 വാക്യങ്ങളുള്ള ഈ 24 അധ്യായത്തിൽ ദൈവാത്മാവ് വളരെ ശക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ കർത്താവ് തുറക്കുന്നവനാണ് എന്നുള്ള പ്രമേയം ഈ 24 അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകത നാം ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ 24 അധ്യായത്തിൽ ലൂക്കോസ് പറയുന്ന പ്രമേയം നാം ആരാധിക്കുന്ന നമ്മെ വിളിച്ചു വേർതിരിച്ച കർത്താവ് തുറക്കുന്നവനാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ അവൻ എന്തും തുറക്കാൻ കരുത്തനായ ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ അടയ്ക്കുകയും ചെയ്യും, അവൻ തുറക്കുകയും ചെയ്യും. ഒരു വെല്ലുവിളി പോലെ അവൻ ചോദിക്കുന്നു, ഞാൻ അടച്ചാൽ ആർ തുറക്കും? ഞാൻ തുറന്നാൽ ആർ അടയ്ക്കും? അതവന്റെ സർവശക്തിത്വത്തിന്റെ ഒരു ആസ്തിക്യമാണ് ആ ചോദ്യം തന്നെ. ഇന്ന് രാവിലെ സമയം അടയ്ക്കുവാൻ മാത്രമല്ല തുറക്കുവാനും അവർ കഴിയും. ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ വഴി അവൻ അടച്ച് നിന്നെ ദൈവഹിതത്തിലേക്ക് തിരിച്ചുവിടും. എന്നാൽ ഇന്ന് രാവിലെ സമയം ഏതൊക്കെ പൈശാചിക ശക്തികൾ, ഏതൊക്കെ മാന്ത്രിക ശക്തികൾ ഒരുമിച്ച് നിന്ന് നീ നിന്റെ കുടുംബം അനുഭവിക്കേണ്ട വഴികൾ, നന്മകൾ അടച്ചാലും ഒരു പരിധിക്കപ്പുറം അടച്ചു വെക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തികളും കഴിയില്ല. കാരണം നീ സേവിക്കുന്ന ദൈവം തുറക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഉള്ളവനാണ്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയുകയില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ ചില വീടുകൾക്കകത്ത് ചില തലമുറകളിൽ വ്യാപരിക്കാൻ പോകുന്ന അഭിഷേകം തുറന്നു വരുന്ന അഭിഷേകമാണ്. ചിലർക്ക് അസാധാരണകരമായ ചില ഡോറുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ചിലരുടെ ആദ്യ വഴികൾ അൺലോക്ക് ആകുകയാണ്. ലോക്കായി കിടന്ന ചില വഴികൾ അൺലോക്ക് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില വീടുകൾക്കകത്ത് ഡോറുകൾ ഓപ്പൺ ആകുന്ന കാഴ്ച. ചില ലോക്കുകൾ അൺലോക്ക് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ലോക്കുകൾ അൺലോക്ക് ആകുന്നു എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ പ്രധാനപ്പെട്ട ചിലത് നമുക്കൊന്ന് ധ്യാനിക്കാം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, ആദ്യമായി നമ്മൾ കാണുന്ന വിഷയം 24 അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. 5-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വിഷയം തുറക്കപ്പെട്ട ഒരു കല്ലറയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. തുറക്കപ്പെട്ട ഒരു കല്ലറ. സ്തോത്രം. 5-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭയപ്പെട്ട മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കും. നോക്ക്, 2-ാം വാക്യത്തിൽ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന തുറക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. സ്തോത്രം. ഈ കല്ലറയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്
ഒരിക്കലും തുറക്കപ്പെടുവാൻ സാധ്യതയില്ലാത്തൊരു കല്ലറയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയുടെ അഭാവം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പിന്നെ യേശുവിനെ ഈ കല്ലറയിൽ വെച്ച് അടക്കുമ്പോൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കൂടെ അവർ ചെയ്തിട്ടാണ് അവർ പോയത്. എന്താണ് അവർ ചെയ്തത്? ഒരിക്കലും ആരും നീക്കിക്കളയാൻ കഴിയാത്ത അന്നത്തെ റോമൻ ചക്രവർത്തിയുടെ ഇമ്പീരിയൽ മുദ്ര യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ഉയർക്കാൻ സാധ്യതയില്ല എന്നാണ് ലോകം പറഞ്ഞത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 66-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നോക്കി, ഒന്ന് കല്ലറയ്ക്ക് ഉറപ്പ് വരുത്തുവാൻ അവർ ചെയ്തത് ഒന്ന് മുദ്ര. ഈ മുദ്ര റോമൻ ഇമ്പീരിയൽ മുദ്രയാണ്. ആ മുദ്ര കണ്ടാൽ പിന്നെ ആരും അടുക്കത്തില്ല ആ ഭാഗത്തോട്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം കാവൽക്കൂട്ടം, അഥവാ ഉയർത്താൽ കൈകാര്യം ചെയ്യാൻ കാവൽക്കൂട്ടമുണ്ട്. അപ്പോൾ മാനുഷികമായ സാധ്യത അസ്തമിക്കുന്ന ഇടമാണ് യേശുവിന്റെ കല്ലറ. ഒരു മുദ്ര നിൽക്കുന്നു, രണ്ട് കാവൽക്കൂട്ടം. അവിടെ എഴുതിയിരിക്കുന്നു, ഇത് രണ്ടും കൊണ്ട് അവർ കല്ലറ ഉറപ്പാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തിരിച്ചറിയണം നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. ഒരിക്കലും വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് ആരൊക്കെ ഉറപ്പാക്കിയ വിഷയത്തെയും ഇന്ന് രാവിലെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ മിനിറ്റ് കൊണ്ട്, സെക്കൻഡ് കൊണ്ട് പൊട്ടിച്ച് സകല ഉറപ്പുകളെയും തകർത്ത്, സകല മുദ്രകളെയും പൊട്ടിച്ച്, സകല കാവൽക്കൂട്ടങ്ങളെയും തകർത്തുകൊണ്ട് അത് ചിലത് തുറന്നു തരാൻ കരുത്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ സ്തോത്രം കുറയരുത്, നമ്മുടെ സ്തുതി കുറയരുത്, ആരാധന കുറയരുത്. ഇന്ന് രാവിലെ പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ, നിന്റെ വീടിനകത്തിരുന്നായിരിക്കാം നീ ആത്മാവിൽ ചലിക്കുന്നത്, പക്ഷെ പുറത്ത് നിനക്ക് വേണ്ടി ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ ഉറപ്പാക്കി മുദ്ര വെച്ചത്, കാവൽക്കൂട്ടത്ത് നിർത്തിയ ചിലതൊക്കെ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരികയാണ്. സ്തോത്രം. ഇത് ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വിജയത്തെയാണ് ഈ കല്ലറ തുറക്കപ്പെട്ടതിലൂടെ കാണിക്കുന്നത്. നോക്ക്, ഈ കല്ലറ തുറക്കാൻ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. സ്തോത്രം. ഈ കല്ല് ഉരുട്ടി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഉയർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, ഒരു ടൈം പീരീഡിനപ്പുറം നിന്നെ പിടിച്ചു വെക്കാൻ, നിന്റെ വഴികൾ അടച്ചു വെക്കാൻ, നിന്റെ നന്മകളെ അടച്ചു വെക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം യേശുക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവാണ് നിന്നിലും വ്യാപരിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി ചലിച്ച അതേ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് ആഴത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഔന്നത്യം വെളിപ്പെട്ടു വന്നത് ആ തുറക്കപ്പെട്ട കല്ലറയാ. പാലസ്തീനിൽ ചെന്നാൽ ഇന്നും ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നു. ആ കല്ലറ തുറന്നു കിടക്കുന്നു. അവനിവിടെ ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ലൂക്കോസ് 24-ൽ ആദ്യം നാം കാണുന്ന തുറക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ് നാം കാണുന്നത്, തുറക്കപ്പെട്ടത്. സ്തോത്രം. ഇന്ന് രാവിലെ ചിലതൊക്കെ തുറന്നു വരികയാണ്, അടച്ചുറപ്പാക്കിയതും ഒക്കെ തുറന്നു വരികയാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം നാം കാണുന്നത് 24-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. നോക്കിയ പദം വളരെ ശ്രദ്ധേയമാണ്. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവനവർക്ക് അപ്രത്യക്ഷനായി. നമുക്കറിയാവുന്ന വിഷയമാണിത്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം
കഴിഞ്ഞപ്പോൾ രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ പാർക്കേണ്ടവർ, അവിടെ പാർത്ത് വാഗ്ദത്തം പ്രാപിക്കേണ്ടവർ വാഗ്ദത്തത്തിൽ നിന്ന് ഒത്തിരി ദൂരെ നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് അവർ പലായനം ചെയ്യുകയാണ്. സ്തോത്രം. അവർ പലായനം ചെയ്യുമ്പോൾ അവരുടെ സംസാര വിഷയമെല്ലാം, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തു ഉയർത്തു എന്ന് കല്ലറയിൽ പോയി അത് കണ്ട ചില സ്ത്രീകൾ പറഞ്ഞിരുന്നു. സ്തോത്രം. എന്നാൽ ആ വിഷയം ആ സ്ത്രീകൾ പറഞ്ഞ് ഇവരറിഞ്ഞു. സ്തോത്രം. അതായിരുന്നു അവരുടെ പ്രയാണത്തിലെ ആ യാത്രയിലെ സംസാര വിഷയം. കർത്താവ് ഈ ശിഷ്യന്മാരുടെ കൂടെ ഒരു അപരിചിതനായി സഞ്ചരിക്കുമ്പോൾ അവർ കർത്താവിനോടും പറഞ്ഞു, ഞങ്ങൾക്കൊരു ഗുരു ഉണ്ടായിരുന്നു, അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നവൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു കളഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളിൽ ചിലർ ചെന്ന് അവന്റെ കല്ലറയ്ക്കൽ നോക്കുമ്പോൾ അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞ ചില ദൂതന്മാരെയും അവർ ദർശിച്ചു. അങ്ങനെ ഞങ്ങൾ ആകെ ഭ്രമിച്ചിരിക്കുകയാണ്. ഈ വിഷയം ഇവർ ചർച്ച ചെയ്യുമ്പോൾ കർത്താവ് അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറയാത്തത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് തിരുവെഴുത്തുകളെ അങ്ങോട്ട് തെളിയിക്കാൻ തുടങ്ങി. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തിരുവെഴുത്തുകളിലൂടെ സംസാരിച്ച ആ സത്യങ്ങൾ കർത്താവ് തെളിയിക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് ഗ്രാമത്തോടടുത്തപ്പോൾ അവരെ വിട്ടുപോകാനൊരു ഭാവിച്ചെന്നായിരിക്കുന്നു. അവരെ വിട്ട് മുന്നോട്ട് പോകുവാൻ ഭാവിച്ചു. ഉടനെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവര് പറഞ്ഞു, ഞങ്ങളോട് കൂടെ പാർക്കാൻ, നേരം അസ്തമിക്കാറായല്ലോ. യേശു അവരുടെ കൂടെ അന്ന് രാത്രി പാർക്കുന്നു. അവരുമായി കർത്താവ് അന്ന് രാത്രി അപ്പം നുറുക്കി ആ അപ്പം അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്തപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവരുടെ കണ്ണ് തുറക്കപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുന്നു. സ്തോത്രം. വാഗ്ദത്തത്തിൽ നിന്ന് യെരുശലേം എന്ന വാഗ്ദത്ത സ്ഥലത്ത് പാർത്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കേണ്ടവനെ അവിടെ നിന്ന് എമ്മൗസിലേക്ക് കൊണ്ടുപോയി ഒതുക്കാൻ നോക്കിയ ആ പൈശാചിക മേഖലയെ തകർത്തുകൊണ്ട് കർത്താവ് അവരുടെ കൂടെ സഞ്ചരിച്ച് തിരുവെഴുത്തുകളിലൂടെ അവരുടെ കണ്ണ് തുറന്ന് അവരെ വാഗ്ദത്തത്തിലേക്ക് മടക്കി വരുത്തുകയാണ്. കർത്താവ് ഇന്ന് രാവിലെ ചിലരോട് പറയുന്നു, നിന്നെ സാത്താൻ വാഗ്ദത്തത്തിൽ നിന്ന് എത്ര ദൂരത്ത് കൊണ്ടുപോയാലും നിന്നെ മടക്കി വാഗ്ദത്തത്തിൽ കൊണ്ടുവന്ന് ആ വാഗ്ദത്തം നിന്റെ കരത്തിൽ തരാൻ അവൻ തിരുവെഴുത്തുകളിലൂടെ നിന്റെ കണ്ണ് തുറക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാവിലെ തിരുവെഴുത്തിന്റെ പ്രത്യേകത മനസ്സിലാക്ക്. വീടിനകത്ത് നിങ്ങൾ എന്തുമാത്രം വചനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന എനിക്കറിയത്തില്ല. പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമാണോ ബൈബിൾ തുറക്കുന്നറിയില്ല. പക്ഷേ വ്യക്തിപരമായി തിരുവെഴുത്തുകളെ ശ്രവിക്കുന്നവരുണ്ടോ, ഇന്ന് രാവിലെ നിന്റെ കണ്ണ് തുറന്നിരിക്കും. സ്തോത്രം. കർത്താവിനോടുകൂടെ ചേർന്ന് ഇന്ന് അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി കഴിക്കുന്നവരുണ്ടോ? അതെ, കർത്താവിന്റെ മേശ അനുഭവിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ഇവരുടെ കണ്ണ് തുറക്കുക. അതാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ നീ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ കമനീയ ഗ്രന്ഥത്തിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങൾ അത് കാണാൻ വേറെ എവിടത്ത് നീ പോകണ്ട, ഈ തിരുവെടുത്ത് നോക്കിയാൽ മതി. പക്ഷേ അത് കാണണമെങ്കിൽ നിന്റെ സാധാരണ കണ്ണ് പോരാ, പിന്നെ നിന്റെ കണ്ണൊന്ന് തുറക്കപ്പെടണം, ആത്മീക കണ്ണ് തുറക്കപ്പെടണം. നോക്ക്, മരുഭൂമിയിൽ ഒരുക്കപ്പെട്ട നന്മയെ കാണാൻ ഹാഗറിന്റെ കണ്ണ് ഒന്ന് തുറന്നതുപോലെ ഇന്ന് രാവിലെ
പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുന്നുണ്ട്. ഒരു ശുശ്രൂഷ പ്രാപിക്കാൻ കൊതിക്കുന്നവരുണ്ട്. കാലങ്ങളായി നിന്റെ പേരൊരു ശുശ്രൂഷ പകരുമെന്ന് വാഗ്ദത്തമുണ്ട്. പക്ഷെ പ്രാപിക്കാൻ കഴിയാതെ എന്തു ചെയ്യണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതുമായി ഇരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് രാവിലെ വിളിച്ചു പറയുന്നു, തിരുവെഴുത്തുകളിലൂടെ സഞ്ചരിക്കുക. തിരുവെഴുത്തുകൾ നിന്റെ കണ്ണുകൾ തുറക്കാൻ പോകുകയാണ്. ആരും കാണാത്തത് കാണാൻ, ആരും ദർശിക്കാത്തത് ദർശിക്കാൻ, ദീർഘവീക്ഷണത്തിലൂടെ ചിലതിനെ ആത്മാവിൽ കണ്ടുപിടിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ആത്മിക കണ്ണുകളെ തുറക്കാൻ പോകുന്നു. ഇന്ന് രാവിലെ മുതൽ സ്വോത്ര എമ്മൗസിലേക്ക് നീ പോയാൽ മടക്കി യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിച്ച് നിന്റെ കണ്ണുകൾ തുറക്കാൻ പോകുന്നു. ഇന്ന് രാവിലെ ചില കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അതേ ആഴത്തിലുള്ള സത്യങ്ങൾ ബോധ്യമാക്കാൻ ചില കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ രാവിലെ തുറന്നു വരേണ്ടതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചില കണ്ണുകൾ തുറന്നു വരട്ടെ. സ്തോത്രം. മൂന്നാമതായി നമുക്ക് നോക്കാൻ കഴിയുന്നത്, അപ്പോൾ ഒന്ന്, തുറക്കപ്പെട്ട കല്ലറ, അത് ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വിജയത്തെ കാണിക്കുന്നു. രണ്ട്, തുറക്കപ്പെട്ട കണ്ണ്, അത് ആത്മീക കാഴ്ചപ്പാടിനെ കാണിക്കുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 24-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് തുറക്കപ്പെട്ട ബുദ്ധിയാണ്. സ്തോത്രം. എന്താണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് വളരെ ഗൗരവമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനാകുക എന്ന് പറഞ്ഞാൽ 36 മുതലുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ട് ഒരു ഭൂതത്തെ കാണുമെന്ന് അവർക്ക് തോന്നി. 2 പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അവർക്ക് ഈ ഭൂതമെന്ന്. ആദ്യം തോന്നിയത് എവിടെ വെച്ചാ? യേശു കടലിന്റെ മീതെ നടന്നു വരുമ്പോൾ അവർക്ക് ഭൂതമെന്ന് തോന്നി എന്നാണ്. ഇപ്പൊ ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരുടെ നടുവിൽ പ്രത്യക്ഷനാകുമ്പോൾ അവർക്ക് ഭൂതമെന്ന് തോന്നി. സ്തോത്രം. കർത്താവ് അവരോട്, നിങ്ങൾ എന്തിനാണ് കലങ്ങുന്നത്, നിങ്ങൾ ഹൃദയത്തിൽ എന്തിനാണ് സംശയം പൊങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കൈയും കാലും എല്ലാം അവരെ കാണിച്ചു. തൻ്റെ ശരീരത്തിലെ ആണിപ്പെടുതുകളും കൈയും കാലും ഒക്കെ കാണിച്ച് തൻ്റെ മാംസവും ഒക്കെ കാണിച്ചിട്ട് ഭൂതങ്ങൾക്ക് മാംസമുണ്ടോ, അസ്ഥിയുണ്ടോ എന്നൊക്കെ കർത്താവ് ചോദിച്ച് അവരെ കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ അവര് ഈ വലിയ സന്തോഷത്താൽ, കർത്താവ് ഉയർത്ത സന്തോഷത്തിൽ അതിശയിച്ചു നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ തിന്മാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും കർത്താവിന് കൊടുക്കുന്നു. സ്തോത്രം. അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് വാങ്ങി ഭക്ഷിക്കുകയാണ്. കർത്താവ് ഉയർത്തു എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. ശേഷം കർത്താവ് വചനം അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് വചനം സംസാരിക്കുന്നത്? ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. കഴിഞ്ഞ 3.5 കൊല്ലം നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഇത് പറയുകയും തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവരുടെ ബുദ്ധി തുറക്കുക. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, കർത്താവ് ബുദ്ധി തുറക്കാത്ത ഒരുത്തനും ഈ തിരുവെഴുത്ത് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ബാലരമക്കഥ വായിക്കുന്ന പോലെ ഉള്ളൂ. വെറും ദാവീദും ഗോലിയാത്തിന്റെയും കഥ പോലെ. സ്തോത്രം. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് നിന്റെ ബുദ്ധിയെ തുറന്നാൽ ആരും കാണാത്ത അത്ഭുതങ്ങളായിരിക്കും ഇതിനകത്തു നീ കാണുന്നത്. കാരണം ആർക്കും അറിയാത്ത റെവലേഷനുകളായിരിക്കും നീ അടുത്ത ജനറേഷനോട് പറയാൻ പോകുന്നത്. കാരണം ഇത് കർത്താവ് തുറന്ന ബുദ്ധിയിൽ നിന്ന് ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളായിരിക്കും. സ്തോത്രം.
എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് അധികം സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ കഴിയില്ല. അപ്പം ദൈവവചനം കേൾക്കുന്ന ശ്രോതാക്കൾ മാന്യമുള്ളവരാണെങ്കിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചില ആളുകൾ പ്രസംഗം കേൾക്കുന്ന കാണുമ്പോഴേ അറിയാം. ഇനിയിപ്പോ സൂമിലാകുമ്പം പല ആളുകളും മിടുക്കരായിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് അവരെ ആരും അറിയത്തില്ല. ചില ആളുകൾ വചനം കേൾക്കുമ്പോൾ കാണുമ്പോഴേ അറിയാം മന്ദതയിലായിരിക്കുന്നത്. പ്രസംഗിക്കുന്നവർക്ക് പോലും അധികം പ്രസംഗിക്കാൻ തോന്നുകയില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, കേൾക്കാൻ മാന്യമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ അധികം പറയാൻ തോന്നുന്നില്ലെന്ന്. മന്ദതയുണ്ട് അവർക്ക്. വചന ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുകയല്ല, നിർത്തുന്നില്ലല്ലോ, സമയം പോകുന്നില്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ കർത്താവ് വചനം സംസാരിച്ചുകൊണ്ട് ബുദ്ധിയെ തുറന്നാൽ ആ വചനത്തിനകത്ത് രസിക്കാൻ തുടങ്ങും ബുദ്ധി തുറക്കപ്പെട്ടവർ. ശബനദൽഖനം. വചനത്തിനകത്ത് ആനന്ദിക്കാൻ തുടങ്ങും, വചനത്തിനകത്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. കാരണം കർത്താവ് തുറന്നത് വചനത്തിൽ രസിക്കാൻ വേണ്ടി നിന്റെ ബുദ്ധിയെ തുറന്നിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് തിരുവെഴുത്തുകളെ തെളിയിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കർത്താവ് ഇന്നലകളിൽ പറഞ്ഞ ഇതേ വചനത്തിന്റെ നിവർത്തിയാണ് ഞങ്ങളുടെ മുന്നിൽ ഉയർത്തി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ. അപ്പോൾ വചനം ആരെങ്കിലും തെളിയിച്ചാൽ മാത്രമേ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയൂ, ബുദ്ധി തുറക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ബുദ്ധിയെ തുറക്കുമ്പോൾ, സ്തോത്രം, ഇന്ന് ഈ ബുദ്ധി തുറക്കപ്പെടാത്തത് കൊണ്ടാണ് ദുരുപദേശങ്ങളെല്ലാം സഭകളിലും വ്യക്തികളിലും കയറി ഭരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ തിരുവെഴുത്തുകൾ മനസ്സിലാക്കണം. ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ബുദ്ധി തുറക്കപ്പെട്ടേ മതിയാകും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തുറക്കപ്പെട്ട കല്ലറ, തുറക്കപ്പെട്ട കണ്ണ്, തുറക്കപ്പെട്ട ബുദ്ധി. സ്തോത്രം. നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വേഗം സഞ്ചരിക്കാം. 24-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറയും. ഇത് തുറക്കപ്പെട്ട തിരുവെഴുത്തിനെ കാണിക്കുകയാണ്. സ്തോത്രം. തുറക്കപ്പെട്ട തിരുവെഴുത്ത്. സ്തോത്രം. എഫേസ്യ ലേഖനത്തിലേക്ക് കൂടെ വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എഫേസ്യർ 5-ന്റെ 21 മുതൽ 31 വരെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പരാമർശമാണ് പൗലോസ് നടത്തുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, തലമുറകൾ, ഫാമിലി, ഇതൊക്കെ പറഞ്ഞിട്ട് പൗലോസ് 32-ാം വാക്യത്തിൽ വളരെ ക്ലിയറായി പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചത് വെറും ഭാര്യയും ഭർത്താവും എന്നൊരു കുടുംബത്തെക്കുറിച്ചല്ല, പിന്നെയോ ഞാനൊരു മർമ്മത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഒരു വലിയ മർമ്മമാണ് ഞാൻ പറഞ്ഞത്. ആ മർമ്മം ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. കണ്ടോ, തിരുവെഴുത്ത് തുറക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് തുറന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കേവലം ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനം മാത്രമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയെക്കുറിച്ചുള്ള ഒരു പ്രബോധനം മാത്രമാണ്. തിരുവെഴുത്ത് തുറക്കപ്പെട്ടപ്പോഴാണ് ഇതൊരു വലിയ മർമ്മമാണ് പൗലോസ് പറഞ്ഞത്. ആ മർമ്മം ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചുള്ള മർമ്മമാണെന്ന് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഇതാ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ ഇപ്പോൾ തമ്മിൽ പറയുകയാണ്, നമ്മൾ മടങ്ങി യെരുശലേമിലേക്ക് പോകുവാനുള്ള കാരണം, നമ്മുടെ ഉള്ളം കത്താനുള്ള കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. തിരുവെഴുത്തുകളെ തുറന്നു. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, എത്ര വചന ശുശ്രൂഷ നമ്മൾ കേൾക്കുന്നു യൂട്യൂബിലൂടെ, സൂം മീറ്റിങ്ങിലൂടെ, എത്ര, പക്ഷേ
അതിൽ വചനം കേൾക്കുമ്പോൾ ഉള്ളം കത്തുന്നത് വളരെ കുറവാണ്. സ്തോത്രം. എന്തുകൊണ്ടാ ഉള്ളം കത്തുന്നറിയോ? നീ ഇന്ന് വരെ കാണാത്ത, ഒരുപക്ഷെ നീ 1000 പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമായിരിക്കാം. പക്ഷേ തിരുവെഴുത്ത് തുറക്കപ്പെടുമ്പോൾ, ആ തിരുവെഴുത്തിനകത്തെ മർമ്മം തുറക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളം കത്തും. സ്തോത്രം. സാധാരണ നാം കേൾക്കുന്ന പ്രസംഗം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. പക്ഷെ വ്യത്യസ്തമായി ചില വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതെ, ചില വചനം ദൈവദാസന്മാർ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു കത്തൽ ഉണ്ടാകും. ആ കത്തൽ നിനക്ക് വേണ്ടി തിരുവെഴുത്ത് തുറക്കപ്പെട്ടതിന്റെ അടയാളമാണ്. ഇന്ന് രാവിലെ സമയം ചിലരുടെ ഉള്ളത്തിൽ കത്തൽ ഉണ്ടാകത്തക്ക രീതിയിൽ നിനക്ക് വേണ്ടി തിരുവെഴുത്തുകൾ തുറക്കപ്പെടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത് റേമായുടെ വചനം, ലോഗോസിന്റെ വചനം ഇന്ന് രാവിലെ നിന്റെ ഉള്ളം കത്തിക്കുവാൻ വേണ്ടി തുറക്കപ്പെടുന്ന പ്രഭാതം എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. അസാധാരണകരമായി ദൈവാത്മാവ് ചിലരുടെ അതേ ഹൃദയത്തിനകത്തൊരു കത്തൽ വെളിപ്പെടുത്തുന്നു. ശബന ജഗല കത്തലിനു വേണ്ടി ദൈവം തിരുവെഴുത്തുകളെ തുറക്കുന്നു. സ്തോത്രം. നോക്കുക, കല്ലറ തുറന്നു, അവൻ കണ്ണു തുറന്നു, അവൻ ബുദ്ധി തുറന്നു, തിരുവെഴുത്ത് തുറന്നു. സ്തോത്രം. അഞ്ചാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുകയാണ്. സ്തോത്രം. 24-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ, അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ, സ്വർഗാരോഹണം ചെയ്ത് എവിടെ നിന്നാണ്? ഒലൂമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവൻ അവരെ വിട്ടുപിരിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞാൽ സ്വർഗം അവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഒരു വെള്ളമേഘം അതേ കർത്താവിൻ്റെ കാൽപാദങ്ങളെ മറച്ചു. അർത്ഥാൽ തുറക്കപ്പെട്ട സ്വർഗമാണ് നാം ഈ അധ്യായത്തിന്റെ അവസാനം കാണുന്നത്. ആർക്കോ വേണ്ടി ഇന്ന് രാവിലെ സ്വർഗം തുറക്കപ്പെടാൻ പോകുകയാണ്. ഒരു ഹെവൻലി പോർട്ടൽ ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഓപ്പൺ ആകാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ നിന്നെ അനുഗ്രഹിക്കുവാൻ, നീ കേട്ടിട്ടില്ലാത്തൊരു സദ്വർത്തമാനം നിന്നോട് പറയാൻ, നിന്റെ വീടിനകത്ത് അന്തരീക്ഷത്തെ നിനക്ക് അനുകൂലമായി മാറ്റുവാൻ, നിനക്ക് പ്രതികൂലമായി നിന്ന യുദ്ധങ്ങളെ നിനക്ക് ജയം നൽകി തരാൻ തലയ്ക്കുമീതെ സ്വർഗം തുറക്കപ്പെടാൻ പോകുകയാ. സ്തേഫാനോസിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട സ്വർഗം, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയായി. ഗതസമനയിൽ യേശുവിനെ ശുശ്രൂഷിക്കാൻ ശക്തനായൊരു ദൂതൻ ഇറങ്ങി വന്നപ്പോൾ തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് രാവിലെ എന്തോ ചില കാര്യങ്ങൾ, എന്തോ റിസോഴ്സസുകൾ നിനക്ക് വേണ്ടി നൽകി തരാൻ സ്വർഗം ചിലരുടെ തലയ്ക്ക് മീതെ തുറക്കപ്പെടാൻ പോകുന്നു. വിശ്വാസത്താൽ ഒന്ന് ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. അത് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. ഇന്ന് നാം ഇത് ആത്മീക ദൂതായി കേൾക്കുന്നുവെങ്കിൽ നാളെ നമുക്ക് വേണ്ടി അക്ഷരികമായി സ്വർഗം തുറക്കപ്പെടാൻ പോകുന്ന ഒരു അതിമനോഹരമായി സുദിനം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള സദ്വർത്തമാനം പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ വരികയാണ്. എങ്ങോട്ട് വരികയാണ്? അവൻ മേഘങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗം നമുക്ക് വേണ്ടി തുറന്നവൻ വരികയാണ്. എന്തിനാ? നമ്മെ അവിടേക്ക് കൊണ്ടുപോകാൻ. നമുക്ക് മുൻപായി അതേ പുതുവഴി തുറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ നമ്മയും അവിടേക്ക് കൊണ്ടുപോകുവാൻ അവൻ നമുക്ക് മുൻപായി ചെന്ന് നമുക്കായി സ്വർഗം തുറക്കപ്പെടുന്നൊരു സുദിനം അക്ഷരികമായി വരാൻ പോകുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ 25-ാം തീയതി ഡേറ്റ് കലണ്ടറിൽ കുറിച്ചിട്ടുള്ളുക. സ്വർഗം നിന്റെ തലയ്ക്ക് മീതെ നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു പ്രതിക്രിയ നടത്തുവാൻ, അതേ നിന്റെ കുടുംബത്തിനകത്ത് ഭാവിപരമായ വിഷയത്തിൽ ഒരു കരുത്തുറ്റ നീക്കം നടത്തുവാൻ, അത് എന്തോ സ്വർഗം തുറക്കപ്പെടാൻ പോകും. അസാധാരണകരമായ ഒരു മൂവ് ചിലർക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും തലകൾ വണക്കി കണ്ണുകൾ അടച്ച്
അല്പനിമിഷം ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്ന വളരെ ഗൗരവമുള്ള കാഴ്ചകൾ ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. റുബിനി ഘടകമൽഖമന ഹത്തൽ, നിന്റെ വീടിനകത്ത് ഇതുവരെ മറഞ്ഞു നിന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ നിന്റെ വീട് വിട്ട് ഓടിപ്പോകത്തക്ക രീതിയിൽ നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു അസാധാരണ കാഴ്ച. ജൂഡിമ ഹത്തുന വൈശന്തന റൈതി ഘടകൽഖമന അർത്ഥന രഭജഗതകക്ഷസി അന്തൽഖമന. വായി തുറന്ന് 40 നിമിഷം എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിക്കട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത് നിന്റെ സ്തോത്രം പിശാച് കേൾക്കട്ടെ. നിന്റെ അന്യഭാഷ അന്ധകാര ശക്തികൾ അറിയട്ടെ. നിന്റെ അകത്തെ ദൈവകൃപ സാത്താന്യ മണ്ഡലങ്ങൾ അറിയട്ടെ. കൃപ പ്രാപിച്ചവർ അതേ അവരുടെ മ്യൂട്ടുകൾ മാറ്റി അല്പനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സൂമിലുള്ള ആരെയും ബോധിപ്പിക്കാനല്ല, പകരം ഇന്ന് രാവിലെ ദൈവവുമായി സംസാരിക്കുവാൻ അല്പനിമിഷങ്ങൾ. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു കല്ലറയാണ് നിന്റെ പ്രത്യാശ. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട അതേ ഒരു കണ്ണ് ദൈവം ഓപ്പൺ ആക്കി തരികയാണ്. തുറക്കപ്പെട്ട ബുദ്ധി ദൈവം ഓപ്പൺ ആക്കി തരികയാണ്. തുറക്കപ്പെട്ട തിരുവെടുത്തുകൾ ദൈവം ഓപ്പൺ ആക്കുന്നു. അയ്യോ, തുറക്കപ്പെട്ട സ്വർഗം നിനക്ക് വേണ്ടി തയ്യാറാകുന്നു യേശുവിന്റെ നാമത്തിൽ. ജൂഡാബ ഹത്തുന ജനംതര വൈഡകൽ കമനം. എടംബലം നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കണ്ട. അതരം തുറന്ന് ആത്മാവിൽ അന്യഭാഷയിൽ ഈ മ്യൂട്ടുകൾ മാറ്റി അല്പനിമിഷം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാണ്ട്. റബനഘടകൾ കൗതിപിരികന്തൽ അർത്ഥനാജന വൈഡപ്പരംഗച്ചൽ കമന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. ഇന്ന് രാവിലെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങുക. വേദപുസ്തകം പറയുന്നു അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയെന്ന്. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയവരെ കൊണ്ടാണ് 3000 എണ്ണത്തെ രക്ഷിക്കപ്പെടുത്തിയത്. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരെ കൊണ്ടാണ് ദേവാലയത്തിന്റെ മുന്നിലുള്ള മുടന്തനെ എഴുന്നേൽപ്പിച്ചത്. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരെ കൊണ്ടാണ് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയത്. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരെ കൊണ്ടാണ് മരിച്ചവരെ ഉയർപ്പിച്ചതെങ്കിൽ ഇന്ന് രാവിലെ ഏപ്രിൽ 25 അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. രാവിലെ അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. ഇന്ന് രാവിലെ നിന്നെ കൊണ്ട് ചിലത് ദൈവത്തിന് ചെയ്യിക്കാനുണ്ട്. നിന്നെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ദൈവത്തിന് ചെയ്യിക്കാനുണ്ട്. റാംധന വൈദിക. ഏതൊക്കെയോ വീടുകളിൽ സ്വർഗം ഓപ്പൺ ആകുന്നു. ഹെവൻ അത് ചിലർക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന കാഴ്ച ഞാൻ കാണുന്നു. നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ ബന്ധനങ്ങളെ പൊട്ടിക്കാൻ, പൈശാചിക അജണ്ടകളെ ക്യാൻസൽ ചെയ്യാൻ, നിന്റെ വീടിനകത്ത് ശലോമോന്റെ ആലയം പുക കൊണ്ട് നിറഞ്ഞതുപോലെ ദൈവിക പ്രസൻസ്, എനിക്കറിയത്തില്ല, ഒരു ഹെവി പ്രസൻസ്, ഒരു ഹെവി പ്രസൻസ് ചിലരുടെ മേൽ ഇന്ന് രാവിലെ വ്യാപരിക്കുന്നുണ്ട്. നിനക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ഹെവി പ്രസൻസ്. നിന്റെ ശരീരങ്ങളിൽ, നീ പാർക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ഗ്രാമത്തിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക ശക്തികളെക്കാൾ 1000 ഇരട്ടി ശക്തിയുള്ള ഒരു ഹെവി പ്രസൻസ് ഇന്ന് രാവിലെ നിന്റെ ശരീരത്തിന് മീതെ ദൈവാത്മാവ് പകരുന്നു. അത് ഇപ്പോൾ തന്നെ ഹെവി പ്രസൻസ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ എല്ലാ മന്ത്രവാദ ശക്തികളും പൊട്ടിമാറുകയാണ്. എല്ലാ ആഭിചാര ശക്തികളും ക്യാൻസൽ ആക്കപ്പെടുകയാണ്. എല്ലാ ദുരാത്മമണ്ഡലങ്ങളും ഡീആക്റ്റീവ് ആകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വീടുകൾക്കകത്ത് ഒരു ഹെവൻ ഇന്ന് രാവിലെ ചലിക്കട്ടെ. അത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിന്റെ നാമത്തിൽ സ്വർഗം നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഹെവൻലി പോർട്ടൽ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നൽകത്തുന്ന ദൈവിക വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കല്ലറ തുറന്നുകൊണ്ടാണ് ആരംഭിച്ചത്. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യാശയായി കിടക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്നവനാണ്. അങ്ങ് ഞങ്ങളുടെ കണ്ണ് തുറക്കുന്നവനാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളെ തുറക്കുന്നവനാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ദൈവമാണ്. ഈ രാവിലെ ഞങ്ങൾ ആ വചനത്തിൽ തുറന്ന് വിശ്വസിക്കുന്നു കർത്താവേ. അടുത്ത പ്രഭാതത്തിന് മുമ്പ് വലിയ ദൈവപ്രവൃത്തികൾ
പല വീടുകൾക്കകത്തും സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാബാലാബാധന ഒരു വലിയ ദൈവിക വിടുതൽ ദൈവാത്മാവ് കൽപ്പിക്കണമേ. ഇന്ന് രാവിലെ ആ കർത്താവിന്റെ മഹത്വം ഒന്ന് വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലത് ഓപ്പൺ ആകുവാൻ, തുറക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വം അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള സകല സമശിഷ്ടങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനലിക്ക് പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. നാളെ നമുക്ക് രാവിലെ കൂടി വന്ന് വീണ്ടും പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.